നമസ്കാരം. നമ്മൾ ഇപ്പോൾ പല അവയവങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിനെ കുറിച്ചെല്ലാം നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി, അതായത് ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ ശേഷം നമ്മൾ പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കിഡ്നിയുടെ ആരോഗ്യത്തിനെ കുറിച്ചാണ്. അതായത് വൃക്കകൾ. നമുക്കറിയാം, നമ്മളുടെ ശരീരത്തിൽ ഹൃദയം, ശ്വാസകോശം, ഇതുപോലെ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന, അതുപോലെ തന്നെ നമ്മൾ കരൾ രോഗങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ കരൾ ഇതേപോലെ തന്നെ ശരീരത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു അവയവമാണ് വൃക്കകൾ. വൃക്കകൾ നമുക്കറിയാം, 2 വൃക്കകളാണ് നമ്മളുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ ഈ വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ ഉദരത്തിൻ്റെ പിൻഭാഗത്തായിട്ടാണ്. നമ്മളുടെ നട്ടെല്ലിൻ്റെ 2 വശത്തുമായി വാരിയെല്ലുകൾ, റിബ്സിന് കീഴെയായിട്ടാണ് ഈ വൃക്കകൾ സ്ഥിതി ചെയ്യുന്നത്. സാധാരണ ഒരു 4 മുതൽ 5 ഇഞ്ച് വരെ നീളമുള്ള ഈ ചെറിയ അവയവങ്ങൾ, ഇവയിൽ ഇടത് കിഡ്നിക്ക് സാധാരണ ഒരു 150 ഗ്രാം ആവറേജ്, ഒരു 150 ഗ്രാം ഭാരവും, അതുപോലെ തന്നെ വലത് കിഡ്നിക്ക് ആവറേജ് പറയുകയാണെങ്കിൽ ഒരു 140 ഗ്രാം ഭാരവുമാണ് സാധാരണഗതിയിൽ കാണുന്നത്. അപ്പോൾ ഈ കിഡ്നികൾ, ഈ 2 കിഡ്നികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവയുടെ പ്രാധാന്യം നാം വളരെയധികം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മളുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് എക്സ്ക്രീഷൻ, നമ്മളുടെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ, യെസ് രാമചന്ദ്രൻ ഗുഡ് ഈവനിങ്, യെസ് നെയ്യാറ്റിൻകര നൗഷാദ് ഗുഡ് ഈവനിങ്, അഭിശ്രാം ഗുഡ് ഈവനിങ്, ജീഷ്മ ഗുഡ് ഈവനിങ്, എല്ലാവരും എത്തിയതിൽ സന്തോഷം. അപ്പോൾ ഇങ്ങനെ ഈ 2 അവയവങ്ങൾ നമ്മളുടെ ശരീരത്തിൽ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇതിലൊന്ന് നമ്മളുടെ എക്സ്ക്രീറ്ററി ആക്ടിവിറ്റീസ്, നമ്മളുടെ ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങളെ പുറന്തള്ളുന്നു. അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ ഫ്ലൂയിഡ് ബാലൻസ്, ദ്രാവകങ്ങളുടെ ബാലൻസ് നിലനിർത്തുന്നതിലും ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്ന ഘടകങ്ങൾ, ഈ ഘടകങ്ങളെ നിലനിർത്തുന്നതിലും കിഡ്നികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉണ്ടാക്കാനും കിഡ്നികൾ സഹായിക്കുന്നു. ഇത് കൂടാതെ BP, നമ്മളുടെ ബ്ലഡ് പ്രഷർ, ഈ പ്രഷറിനെ നിയന്ത്രിച്ച് നിർത്താനുമായിട്ട് കിഡ്നികളുടെ സഹായം വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നമ്മൾ കിഡ്നി രോഗങ്ങൾ, ഞാൻ ഇന്ന് കിഡ്നി സ്റ്റോൺസിനെ കുറിച്ച് മാത്രമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. കിഡ്നികൾക്ക് അഥവാ വൃക്കകൾക്ക് സാധാരണമായിട്ട് പലതരത്തിലുള്ള രോഗങ്ങൾ വരാറുണ്ട്. എല്ലാവരും തന്നെ ഇന്നലെ തന്നെ നമ്മളുടെ ഒരു സുഹൃത്ത് ചോദിച്ചത് കിഡ്നി സ്റ്റോണിനെ കുറിച്ചാണ്. പക്ഷേ കിഡ്നി സ്റ്റോൺ കിഡ്നികൾക്കുണ്ടാകുന്ന പല രോഗങ്ങളിൽ ഒന്ന് മാത്രമാണ് എന്ന് ഒന്ന് അറിയുക. അപ്പോൾ എന്താണ് നമ്മൾ ഈ കിഡ്നി സ്റ്റോണുകൾ, അതുമല്ലെങ്കിൽ കിഡ്നിയുടെ ബാക്കിയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ? അത് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ സാധാരണമായി കാണുന്നത് ഒന്ന് ഈ പറഞ്ഞ പോലെ തന്നെ കിഡ്നി സ്റ്റോണുകൾ. പക്ഷേ കിഡ്നി സ്റ്റോൺ എന്ന് പറയുമ്പോഴും പ്രത്യേകം ഓർക്കുക, നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്ന കിഡ്നി സ്റ്റോൺ ഏതു തരത്തിലുള്ളതാണ് എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്നുണ്ട് അതിൻ്റെ മാനേജ്മെൻറ്റിൽ. അപ്പോൾ എല്ലാവരും പറയും കിഡ്നി സ്റ്റോണിന് അത് കഴിക്കൂ, അതുമല്ലെങ്കിൽ കുറേ മുരിങ്ങയിലെടുത്ത് കഴിക്കൂ എന്നെല്ലാം പറയുന്നത് കേൾക്കാം. പക്ഷേ ഏത് തരത്തിലുള്ള കല്ലാണ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണ രീതിയിലും അതുപോലെ ജീവിതശൈലിയിലും മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമാണ് കിഡ്നി സ്റ്റോണിനെ നമുക്ക് വേണ്ട രീതിയിൽ പ്രതിരോധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് കിഡ്നി സ്റ്റോൺ 4 തരത്തിലാണ് കാണുന്നത്. ഒന്ന് കാൽസ്യം ഓക്സാലേറ്റ് സ്റ്റോൺ. ഇതിൽ ഓക്സാലേറ്റ് എന്ന് പറയുന്ന ഒരു ഘടകം ആണ് ഈ തരം സ്റ്റോണുകളിൽ കൂടുതലായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ഓക്സാലേറ്റ് എന്ന് പറയുന്ന ഘടകം കൂടി നിൽക്കുന്ന ഭക്ഷണങ്ങളാണ് നിങ്ങൾ ഈ ഒരു അവസ്ഥയുള്ളവർ ഒഴിവാക്കേണ്ടത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് സ്പിനാച്ച് അഥവാ പച്ചച്ചീര, ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതുപോലെ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ ഒഴിവാക്കേണ്ടതുണ്ട്. ഇനി അടുത്തത് യൂറിക് ആസിഡ്. നമ്മൾ കഴിഞ്ഞ ദിവസവും നമ്മൾ യൂറിക് ആസിഡിനെ കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോൾ യൂറിക് ആസിഡ് ശരീരത്തിൽ നിൽക്കുന്നവർക്ക് യൂറിക് ആസിഡ് സ്റ്റോൺസ് ആണ് ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ ഈ സ്റ്റോൺ ഏത് തരത്തിലുള്ള സ്റ്റോണാണ് നിങ്ങളുടെ ശരീരത്തിലുള്ളത് എന്നറിയാനായിട്ട് സ്റ്റോൺ അനാലിസിസ് നടത്തിയാൽ സാധിക്കും. എങ്കിലും സാധാരണ എല്ലാവരിലും കാണുന്നത് കാൽസ്യം ഓക്സാലേറ്റ് സ്റ്റോൺ ആണ്. പിന്നെ ചില മെറ്റബോളിക് പ്രശ്നങ്ങൾ ഉള്ളവരിൽ കാൽസ്യം ഫോസ്ഫേറ്റ് സ്റ്റോൺസും ഉണ്ടാവാറുണ്ട്. ഇനി രണ്ടാമത് ഞാൻ പറഞ്ഞ യൂറിക് ആസിഡ് സ്റ്റോൺസ് ഉണ്ടാകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ശരീരത്തിൽ നമ്മൾ യൂറിക് ആസിഡ് ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വയ്ക്കുക. യൂറിക് ആസിഡ് ശരീരത്തിൽ കൂട്ടുന്നത് പ്യൂരീൻസ് എന്ന് പറയുന്ന ഭക്ഷണത്തിലെ ഘടകമാണ്. അതായത് ഇറച്ചി, മത്സ്യങ്ങൾ,
എന്നിവയിലുള്ള ഈ പ്യൂരിൻസ് ആണ് നമ്മളുടെ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂട്ടുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും പ്യൂരിൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെയുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ സ്ട്രൂവൈറ്റ് അതുപോലെ തന്നെ സിസ്റ്റൈൻ എന്ന് പറയുന്ന 2 തരം കല്ലുകളാണ്. ഇത് അത്ര കോമൺ ആയിട്ട് കാണാറില്ല. ഉദാഹരണത്തിന് സ്ട്രൂവൈറ്റ് സ്റ്റോൺസ് കാണുന്നത് ചില ഇൻഫെക്ഷൻസ്, പ്രത്യേകിച്ച് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് എല്ലാം കൂടുതലായി കാണുന്ന സ്ത്രീകളിലാണ് ഇത് പലപ്പോഴും പിന്നീട് രൂപപ്പെടുന്നത്, സ്ട്രൂവൈറ്റ് സ്റ്റോൺസ്. ഇനി സിസ്റ്റൈൻ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റിനൂറിയ എന്ന് പറയുന്ന ഒരു ആരോഗ്യ പ്രശ്നമുള്ളവരിൽ ാണ് സിസ്റ്റൈൻ സ്റ്റോൺസ്. അപ്പോൾ ഇതിൽ പ്രധാനമായും കാൽസ്യം ഓക്സാലേറ്റ് സ്റ്റോണും യൂറിക് ആസിഡും തന്നെയാണ് സാധാരണഗതിയിൽ കൂടുതലായിട്ടുള്ള ആളുകളിൽ കാണുന്നത്. ഇനി ഞാൻ പറഞ്ഞു, കിഡ്നി സ്റ്റോൺസ് മാത്രമല്ല കിഡ്നിക്ക് ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. പൈലോനെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയുണ്ടാകാം. അതായത് നമ്മളുടെ യൂറിനറി ബ്ലാഡറിലോ അത് ബാക്കിയുള്ള ഈ പറഞ്ഞ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ചില ഇൻഫെക്ഷൻസ് കിഡ്നികളിലേക്ക് കയറി പിടിക്കാം. അതിൻ്റെ ഫലമായിട്ട് കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ തകരാറിലാകാം. അതേപോലെ തന്നെയാണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയും. ഇതും നമ്മളുടെ ശരീരത്തിനോട് നമ്മളുടെ ശരീരത്തിൻ്റെ തന്നെ ഇമ്മ്യൂണിറ്റിക്കായിട്ടുള്ള സെല്ലുകൾ പ്രതികരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും അറിഞ്ഞിരിക്കേണ്ടത് ഡയബറ്റിക് നെഫ്രോപ്പതി അതുപോലെ തന്നെ ഹൈപ്പർടെൻസീവ് നെഫ്രോപ്പതി, ഈ 2 കാര്യങ്ങളാണ്. അതായത് ഷുഗർ ശരീരത്തിൽ കൂടി നിന്നാൽ നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ, ഈ 2 അസുഖങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിഡ്നികളുടെ ആരോഗ്യം തകരാറിലാകാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. അപ്പോൾ കിഡ്നി രോഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം രോഗങ്ങൾ വരുന്നുണ്ട്. ഈ രോഗങ്ങൾക്കെല്ലാം തന്നെ പൊതുവായ ഒരു സിംറ്റംസ് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. എങ്കിൽ പോലും പൊതുവേ കിഡ്നികളുടെ പ്രവർത്തനങ്ങൾ തകരാറിലായാൽ സാധാരണമായി കാണുന്ന ചില ലക്ഷണങ്ങൾ, പ്രധാനമായിട്ടും നമ്മൾ ലിവർ ഡിസോർഡറിലും മറ്റും ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞ തന്നെ അമിതമായ ക്ഷീണം നിങ്ങൾക്കുണ്ടാകാം. അതേപോലെ തന്നെ പലരിലും കാണുന്ന ഒരു പ്രശ്നമാണ്, രാവിലെ എല്ലാം എഴുന്നേൽക്കുമ്പോൾ കണ്ണുകൾക്ക് ചുറ്റുമായിട്ട് നീര് കെട്ടുന്നു. അതേപോലെ കാലുകളിൽ നീരുണ്ടാകുന്നു, കൈകളിൽ നീരുണ്ടാകുന്നു. ഇങ്ങനെയുള്ള പല ലക്ഷണങ്ങളും കിഡ്നി ഡിസോർഡേഴ്സ് ഉള്ളവർ, അതുമല്ലെങ്കിൽ വൃക്കൽ തകരാറിൽ ആയവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ BP ഉണ്ടെങ്കിൽ, ഷുഗർ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ഈ പറഞ്ഞ അസുഖങ്ങളുണ്ടെങ്കിൽ, അതുമല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിലുണ്ടെങ്കിൽ, എല്ലാം കിഡ്നി രോഗങ്ങൾ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് നമുക്ക് കിഡ്നികളുടെ ആരോഗ്യത്തിനെ സംരക്ഷിച്ച് നിർത്താനായിട്ട് സാധിക്കുക? ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിങ്ങളുടെ BPയും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗറും, ഇത് 2ഉം നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇക്കാലത്ത് ജീവിതശൈലി രോഗങ്ങൾ എന്നുള്ളത് പലരും ഒരു ഫാഷനായിട്ട് കൊണ്ട് നടക്കുകയാണ്. ദയവ് ചെയ്ത് ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ BPയും ഷുഗറും കൂടി നിൽക്കുകയാണെങ്കിൽ ഇത് ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങൾക്ക് എല്ലാം തന്നെ ഡാമേജ് ഉണ്ടാക്കാം. അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് നിങ്ങളുടെ BPയും ഷുഗറും കൺട്രോളിലാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെയാണ് എല്ലാ രോഗങ്ങളിലും ഞാൻ എടുത്തു പറയാറുള്ള കാര്യമാണ്, അമിതമായിട്ടുള്ള ആനിമൽ പ്രോട്ടീൻസിൻ്റെയും ഫാറ്റ്സിൻ്റെയും ഉപയോഗം കുറയ്ക്കുക. കൊളസ്ട്രോൾ അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ എന്താണ് അതിന് വേണ്ടത്? കഴിയുന്നതും നല്ല കൊഴുപ്പുകൾ കഴിക്കുക, കഴിയാവുന്നത്ര റെഡ് മീറ്റ് അത് ഒഴിവാക്കുക. അതേപോലെ തന്നെ ചിക്കനും ഈ പൊതുവെ കിഡ്നി രോഗങ്ങളുള്ളവർക്ക് അത്ര ഗുണപ്രദമായിട്ടല്ല കാണുന്നത്. അതേപോലെ തന്നെ ഓക്സാലേറ്റ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ, ഓക്സാലേറ്റ് എന്ന് പറഞ്ഞ ഘടകം ഞാൻ നേരത്തെ പറഞ്ഞു, കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് നല്ലതല്ല. അതേപോലെ തന്നെ പൊതുവേ കിഡ്നി രോഗങ്ങളുള്ളവർക്കും ഈ ഓക്സാലേറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതല്ല. പ്രത്യേകിച്ച് അത് കൂടുതലടങ്ങിയ സ്പിനാച്ച്, പച്ചച്ചീര, അതേപോലെ തന്നെ ബീറ്റ്സ്, നമ്മൾ ബീറ്റ്റൂട്ട് പോലെയുള്ള പച്ചക്കറികളിൽ ഇത് ധാരാളമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതേപോലെ തന്നെയാണ് സ്വീറ്റ് പൊട്ടാറ്റോ, ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കി നിൽക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ കിഡ്നി രോഗങ്ങളുണ്ടെങ്കിൽ നല്ലത്. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് അമിതമായ വെയിറ്റ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ശരീരത്തിലെ ഏത് അവയവത്തിൻ്റെ ആരോഗ്യത്തിനും അമിതവണ്ണം നല്ലതല്ല. അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള വെയിറ്റ് ഉണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് ഒരു കൺട്രോളിൽ നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഇതേപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി, പലപ്പോഴും
ഒരു തരത്തിലുള്ള ശാരീരികമായ ചലനങ്ങളുമില്ലാതെ ഒരു തരത്തിലുള്ള എക്സർസൈസും ഇല്ലാതെ വളരെ സെഡൻഡറിയായ ജീവിതം നയിക്കുന്നവർക്കാണ് കിഡ്നി രോഗങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. പക്ഷേ അതല്ലാതെയും വരുന്നവരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് ശക്തമായ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാകാം. പക്ഷേ നല്ലൊരു ജീവിത ശൈലി, അതുപോലെ തന്നെ ആഹാരത്തിലും ഭക്ഷണത്തിലും നിങ്ങൾ ശ്രദ്ധ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് കിഡ്നി രോഗങ്ങളെ തടുത്തു നിർത്താനായിട്ട് സാധിക്കും. അതേപോലെ പ്രത്യേകം ഓർക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. കിഡ്നി രോഗങ്ങൾ ഉള്ള അവസ്ഥയിൽ നിങ്ങൾ പൊട്ടാസ്യം അധികം അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പൊട്ടാസ്യം കുറഞ്ഞ പഴവർഗ്ഗങ്ങളും മറ്റും നിങ്ങൾക്ക് കഴിക്കാം. ഉദാഹരണത്തിന് ബെറികളിൽ നല്ല രീതിയിൽ ഈ പൊട്ടാസ്യം കുറയ്ക്കാൻ അതിന് കഴിവുണ്ട്. അതേപോലെ തന്നെയാണ് ചില പ്രത്യേക പഴവർഗ്ഗങ്ങൾ, ഓറഞ്ച് പോലെയുള്ള ചില പഴവർഗ്ഗങ്ങൾക്കും നമ്മുടെ ശരീരത്തിൽ ഇത് കുറയ്ക്കാനായിട്ട് കഴിയും. പക്ഷേ ഈ പൊട്ടാസ്യം കൂടിയ പഴവർഗ്ഗങ്ങൾ, പ്രത്യേകിച്ച് ഏത്തപ്പഴം പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതുണ്ട്. അപ്പോൾ പൊട്ടാസ്യത്തിൻ്റെ അളവ് കിഡ്നി രോഗങ്ങളുള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, അത് കൺട്രോളിൽ നിൽക്കുന്നു എന്നുള്ളതും ഉറപ്പുവരുത്തുക. അപ്പോൾ സാധാരണ കിഡ്നി രോഗങ്ങളെ നമ്മൾ തിരിച്ചറിയാനായിട്ട് പല ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനം ഒന്ന് ഈ യൂറിൻ അനാലിസിസ് ആണ്. എന്താണ്? നിങ്ങളുടെ മൂത്രത്തിൽ ചില ഘടകങ്ങൾ, പ്രത്യേകിച്ച് പ്രോട്ടീൻ, അതേപോലെ തന്നെ രക്തം, ഇത് രണ്ടും ഉണ്ടോ എന്നാണ് സാധാരണഗതിയിൽ പരിശോധിക്കുക. അപ്പോൾ പ്രോട്ടീനൂറിയ, ഈ മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കിഡ്നികളുടെ ആരോഗ്യത്തിൻ്റെ ഒരു സൂചികയാണ്. അപ്പോൾ അതിനു വേണ്ട പ്രതിവിധികൾ, സാധാരണ ഈ പറഞ്ഞ പോലെ തന്നെ ജീവിതശൈലി രോഗങ്ങളാണ് പ്രോട്ടീനൂറിയയ്ക്ക് പലപ്പോഴും കാരണമാകുന്നത്. അപ്പോൾ പ്രോട്ടീനൂറിയ, അപ്പോൾ നിങ്ങളുടെ മൂത്രത്തിൽ ഉണ്ടാകുന്ന പ്രോട്ടീൻ സാധാരണഗതിയിൽ ഇത് ഒരു 14 താഴെ നിൽക്കുന്നതാണ് നല്ലത്. അതേസമയം ഇനി മറ്റൊരു രീതിയിൽ ഇത് ടെസ്റ്റ് ചെയ്യാറുണ്ട്. 24 മണിക്കൂർ നിങ്ങളുടെ മൂത്രത്തിൻ്റെ അളവെടുത്ത് ഇതിൽ എത്ര പ്രോട്ടീൻ ഉണ്ട് എന്നുള്ളത് നോക്കാറുണ്ട്. അങ്ങനെയുള്ള ഇതിലാണെങ്കിൽ 80 എന്ന ഒരു ഫിഗറിന് താഴെയായിട്ട് ഇത് നിർത്തുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇനി രണ്ടാമത്തത്, മൂത്രത്തിൽ രക്തമുണ്ടോ എന്നാണ് പരിശോധിക്കുക. അപ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് രക്തമുണ്ടാവുക? നമുക്കറിയാം, കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ കിഡ്നിയുമായി ബന്ധപ്പെട്ട അസുഖങ്ങളുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ മറ്റ് പല രോഗങ്ങളുടെ ഭാഗമായും എല്ലാം നിങ്ങൾക്ക് മൂത്രത്തിൽ രക്തമുണ്ടാകാം. അപ്പോൾ മൂത്രത്തിൽ രക്തമെന്നും കിഡ്നിയുടെ ആരോഗ്യം അറിയാനായിട്ട് പലപ്പോഴും ഡോക്ടേഴ്സ് പറഞ്ഞ ഒരു ടെസ്റ്റാണ്. പിന്നെ ഇതേപോലെ തന്നെ നോക്കുന്ന എല്ലാവർക്കും കേട്ട് പരിചയമുള്ളൊരു കാര്യമാണ്, എൻ്റെ ക്രിയേറ്റിനിൻ ലെവൽ നോർമലാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ കിഡ്നിയുടെ ആരോഗ്യം നന്നായിരിക്കുന്നു എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. അത് ഒരു പരിധി ശരിയാണ്. പക്ഷേ അതും ഓർക്കുക, ഈ പുരുഷന്മാരിലും സ്ത്രീകളിലും ഇതിൻ്റെ അളവുകോലിൽ വ്യത്യാസമുണ്ട്. പുരുഷന്മാരിൽ ഇത് 1.4 ഉള്ളിൽ നിൽക്കണം. അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ 1.2 ഉള്ളിൽ നിൽക്കുന്നതായിരിക്കും. ക്രിയേറ്റിൻ ലെവൽ ഈ ഒരു ലെവലിൽ നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ക്രിയേറ്റിൻ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ട ഒരു ഘടകമാണ്. അപ്പോൾ ഇത് കൂടുന്നെങ്കിൽ നിങ്ങളുടെ കിഡ്നികളുടെ പ്രവർത്തനങ്ങൾ തകരാറിലായിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മറ്റൊന്ന്, ഇതേപോലെ ബൺ എന്ന് പറയും. എന്താണ് ബൺ എന്ന് പറയുമ്പോൾ? നമ്മൾ കഴിക്കുന്ന ബണ്ണല്ല, പിന്നെയോ ബ്ലഡ് യൂറിയ നൈട്രജൻ എന്നുള്ള പദമാണ് ഈ BUN എന്ന ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ നമ്മൾ അറിയുന്നത് നമ്മളുടെ ശരീരത്തിൽ ഈ പറഞ്ഞ പോലെ രക്തത്തിൽ എന്തുമാത്രം യൂറിയ നൈട്രജൻ എന്ന പുറത്താക്കപ്പെടേണ്ട ഒരു ഘടകം എന്തുമാത്രം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ BUN ടെസ്റ്റിലൂടെ നമ്മൾ അറിയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയും അളവ് കൂടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ കിഡ്നികൾ, അവയുടെ പ്രവർത്തനം ഡാമേജിലായി തുടങ്ങിയിരിക്കുന്നു എന്ന് ഏകദേശം ഒരു ഐഡിയ ഡോക്ടേഴ്സിന് കിട്ടും. അപ്പോൾ സാധാരണ ഇത് ഒരു 7 മുതൽ 20 വരെ എന്നുള്ള അളവുകോലിലാണ് ഇത് നിൽക്കേണ്ടത്. അപ്പോൾ എല്ലാവരും ചോദിക്കും, അയ്യോ, അപ്പോൾ ഈ ബ്ലഡ് യൂറിയ എന്ന് പറയുന്നതോ? ബ്ലഡ് യൂറിയ നമുക്ക് ഈ BUN എന്ന് പറയുന്ന ഈ ടെസ്റ്റിൽ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതായത് നിങ്ങളുടെ ഈ ബൺ ലെവൽ ഇത് എത്രയാണ് എന്നുള്ളത് നോക്കുക. ഇതിൽ നിന്ന് ഇതിൻ്റെ കൂടെ 0.357 എന്ന ഒരു ഫിഗർ ഇതിൻ്റെ കൂടെ നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിങ്ങളുടെ ശരീരത്തിലെ യൂറിയ കിട്ടി. അപ്പോൾ സാധാരണ ബ്ലഡ് യൂറിയ ഒരു 2.5 to 7.8 എന്ന അളവുകോലിലാണ് സാധാരണമായി നിൽക്കേണ്ടത്. അപ്പോൾ യൂറിയ ശരീരത്തിൽ കൂടിയാലും നിങ്ങളുടെ ശരീരത്തിൽ കിഡ്നികൾ ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇനി മറ്റൊരു പ്രധാന ടെസ്റ്റ് GFR എന്ന് പറയും, ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് ടെസ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ഈ
GFR ടെസ്റ്റ് ഇതിൽ ശരിക്കും അളക്കുന്നത് നമ്മളുടെ കിഡ്നികളുടെ ഫിൽട്രേഷൻ പവറാണ്. അതായത് കിഡ്നികൾക്ക് എത്ര കാര്യക്ഷമമായി നിങ്ങളുടെ ശരീരത്തിലെ വേസ്റ്റ് പ്രോഡക്റ്റുകളെ ഫിൽറ്റർ ചെയ്യാൻ കഴിയുന്നു എന്നാണ് ഈ GFR ടെസ്റ്റിലൂടെ അളക്കുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഒരു 60ൻ്റെ മുകളിലായിട്ട് GFR നിൽക്കണമെന്നുള്ളതാണ്. 60ൻ്റെ കീഴേക്ക് പോവുകയാണെങ്കിൽ അപ്പോഴും നിങ്ങളുടെ കിഡ്നികൾ പ്രവർത്തനക്ഷമമല്ല, അതുമല്ലെങ്കിൽ കാര്യക്ഷമമായല്ല പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ധാരണ ഡോക്ടേഴ്സിന് കിട്ടും. അപ്പോൾ കിഡ്നികളെക്കുറിച്ചും കിഡ്നികളുടെ ആരോഗ്യത്തെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളെക്കുറിച്ചും എല്ലാവർക്കും ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഞാനതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് കടക്കാം. നെയ്യാറ്റിൻകര നൗഷാദ്, കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ യൂറിനിൽ പ്രോട്ടീൻ ഉണ്ടാകുമോ? ഇല്ല, അങ്ങനെ ഒരു സാധ്യത നമുക്ക് യൂറിൻ പ്രോട്ടീനും കിഡ്നി സ്റ്റോണുമായി ഡയറക്റ്റായിട്ട് ലിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കിയുള്ള പല അസുഖങ്ങളുടെയും ഭാഗമായിട്ടാണ്, അതുമല്ലെങ്കിൽ ഫലമായിട്ടാണ് പലപ്പോഴും പ്രോട്ടീൻ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഓർക്കുക, നിങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങളുണ്ടെങ്കിൽ, BP-യോ ഷുഗറോ ഇങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കുറേ കൂടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കിഡ്നി സ്റ്റോൺസിനെ കുറിച്ചും പ്രോട്ടീനൂറിയെക്കുറിച്ചുമെല്ലാം ഇന്ന് നമ്മൾ വേറെ അധ്യായങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് എന്തായാലും പറയുന്നതാണ്. So let me translate what I spoke up now. Today we are discussing about kidneys and their functions, as well as the tests related to kidneys and how to maintain optimal health of both the kidneys. We know there are 2 kidneys in our body, and the left kidney is slightly heavier than the right kidney, and the left kidney usually weighs around 150 grams and the right kidney weighs around 140 grams, and the length may be around 4 to 5 inches. Even though these organs are very small, they take part in many functions in our body, especially fluid control, and they do balance the electrolytes in our body, and also they are part of the BP regulation in our body. So maintaining optimal kidney health is very important. And the kidneys are located in our lower abdomen, behind our belly, and on both sides. These 2 kidneys are located on both sides of our spine, on the back side and below the ribs. The kidneys are located, and there can be many types of kidney diseases. Even though people say, okay, kidney stones, everyone says, okay, kidney disorder means it is kidney stones. It is not that way. Other than kidney stones, there can be many other types of kidney diseases as well, but mainly kidney stones. But please to understand, kidney stones, it is not only the kidney stone means it is not that all the stones are of same kind. It can be of different contents, like the kidney stone can be either calcium oxalate stones, or else it can be uric acid stones, or else it can be struvite or cystine stones. So depending upon the composition of the kidney stone, your management should differ. For example, if you are having cystine oxalate stones, you should avoid foods high and rich in oxalates, a content in the food. So oxalates are very rich in spinach and sweet potatoes and chocolates. So these things you will have to completely avoid if you are having calcium oxalate stones. And coming to the next one, that is uric acid. We had discussed uric acid in one episode before, but even then we should remember only one thing, that is purines, a content in meats and fish. This is the main reason for forming uric acid in the body. So you should avoid any food items which contains purines, especially red meat and fishes if you are having uric acid stone. But struvite and cystine stones are not that common. Struvite stones are found in, especially in women who are facing urinary tract infections, frequent urinary tract infections and all. They can get struvite stones, and cystine stones usually happens to some people who are having a special condition called cystinuria, and this is also not very common. And some other diseases that can happen to the kidney. One is pyelonephritis, in which the infection from your urinary tract can spread to the kidneys. Then glomerulonephritis is there. Then also there are some other diseases that can, and you should remember diabetic nephropathy as well as the hypertensive nephropathy. That is, if you are having diabetes as well as hypertension, this can in turn affect the health of your kidneys. So you should manage your BP as well as sugar levels in a good manner if you are having
kidney diseases. And there are, and let us come to the end stage kidney disease. That's a completely different story. But even then, in diet and lifestyle, you have to maintain a healthy diet and lifestyle if you are having kidney diseases. And what are the symptoms and signs of kidney diseases? Mainly, there can be fatigue. Fatigue is a part of most of the major disorders in our body, right? When we discussed about liver and when we discussed about other organs, fatigue is one of the major symptoms. And then also there can be puffiness around the eyes when you get up early in the morning. And there can be dry skin. And also there can be fluid accumulation in ankles and feet. And these are some of the common signs that we see if you are having kidney disorders. Sometimes there can be protein and presence of blood also in urine if you are having kidney diseases. And who are more prone to, what are the risk factors of kidney disease? Mainly BP and sugar. And please do understand that most of the kidney diseases, it is found that at least 44% of these patients have a history of diabetes. So diabetes you have to manage very properly, and elderly age, as you progress in age, also kidney diseases can happen. Now, how you can keep optimal health of your kidneys? The first thing is you have to manage your BP and sugar levels in a better way. Second, you have to see that you are taking good diet. Try to avoid high cholesterol food, high fatty foods and animal proteins when you are having kidney diseases. And also, as per the condition, not all kidney diseases require water regulation. For example, in kidney stones, you can take at least 10 to 12 glasses of water. But if it is, when you come to kidney damage, it is a different story. You may have to regulate the water intake. So please do discuss with your doctor how much water should I consume, or how much water should I take if you are having any sort of kidney diseases. And try to avoid foods which are rich in oxalates, which are like spinach and sweet potato. These things are very high in this one, oxalate, which is not that good for our body. And also you should avoid citric fruits if you are having kidney disease. And another factor that you should keep in mind, especially when you are having a kidney disease, I am saying kidney disease, you have to see that your potassium levels are managed in a good manner. And so try to avoid foods rich in potassium like spinach, milk and also bananas you have to avoid. But on the other side, berries and some other fruits, they will not cause any harm. So such fruits which contain less potassium you should consume if you are having kidney diseases. And let us also discuss what are the common tests, the renal function test or the kidney function test that doctors prescribe if you are having kidney diseases. Especially the first thing is the urine analysis. In urine analysis, they do check whether proteins are present in your body. If proteins are present, it should be below 14 if the proteins are present. And also there is another checkup. This is for the random protein check. But on the other side, if you are taking the 24-hour check, it should be below 80. So please do keep, it should be below 80 if you are taking the 24-hour checkup of your protein. And second is the blood and urine. Blood and urine is usually found in cases of infection, especially if you are having urinary tract infections, kidney stones, and that sort of conditions. So blood should not be there in your urine. And also there is another factor, and everyone would have heard of it, creatinine. So creatinine, and people say very happily, oh, my creatinine levels are okay, so my kidney is in optimal health. It is not that way. You have to see the other parameters as well. Even then, the creatinine level should be below 1.4 for men and 1.2 for women. So this is another factor. And then there is something called the blood urea nitrogen. And blood urea nitrogen also should be in level, because these two things, the BUN as well as the creatinine, these are things that has to be excreted out from the body. And if these levels are increasing, it shows that your kidneys are facing some issues. And then finally, the glomerular filtration rate. It sees whether your kidneys, the nephrons, which are the basic cells of your kidneys, they are functioning properly. They are filtering the waste products in your body properly. So
the GFR should be always above 60. If it goes below 60, and there are certain other parameters which doctors combine to see whether your kidneys are functioning properly. So these are the common tests that are seen to assess the kidney functions. So I hope everyone has understood the importance of kidneys, the test that has to be done for kidney diseases, and what all diet and lifestyle that we have to follow if you are having kidney diseases. And one thing I forgot to mention, like for the BUN or the blood urea nitrogen, the level should be always, it should be kept in between 7 and 20. And then again a question may be there, oh, what is then blood urea? Blood urea can be found out from this BUN by if we multiply it with a 0.357, the figure 0.357, we will get your blood urea levels. Okay, so hope everything is clear now, and let us go to the meditation now. അപ്പോൾ നമുക്ക് മെഡിറ്റേഷനിലേക്ക് കിടക്കാം. എല്ലാവർക്കും ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കൂടുതൽ കാര്യങ്ങളോ അറിയണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ അല്ലേ ഞാൻ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. അതുമല്ലെങ്കിൽ എന്നെ നിങ്ങൾക്ക് മെയിൽ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ എല്ലാം ചെയ്യാവുന്നതാണ്. Sit straight. Switch off your mobiles. Switch off any running electronic gadgets near to you, especially TV. മൊബൈലുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് അടുത്തുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും സ്വിച്ച് ഓഫ് ചെയ്ത് കണ്ണുകൾ അടച്ച് one palm over the other palm. Sit straight, eyes closed. If you are sitting with your family members, try to keep proper social distance. Slowly, very slowly, observe your breathing pattern. നിങ്ങളുടെ ശ്വസനത്തിൻ്റെ ഗതിവിഗതികൾ മനസ്സിൽ വീക്ഷിക്കുക. വളരെ ശാന്തമായി ലോലമായി സ്വച്ഛമായി ശ്വസിക്കുക. Breathe very slowly in a relaxed manner. Go on observing your breath. Now, let us practice abdominal breathing. Keep the right palm over the abdomen, left palm over the chest. Observe the movements of your abdominal wall as you breathe in and out. ശ്വസനത്തിനനുസരിച്ച് ഉദരഭാഗം ഉയരുന്നതും താഴുന്നതും അനുഭവിച്ചറിഞ്ഞുകൊണ്ട് മെല്ലെ start the breathing. In, 2, 3, 4, yes, 2, 3, 4, 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 in, 2, 3, 4, yes, 2, 3, 4. Slowly, keep both the palms over the chest. Let us go for the chest breathing. Observe the changes in your chest as you breathe in and out. In, 2, 3, 4, yes, 2, 3, 4, in, 2, 3, 4, yes, 2, 3, 4, in, 2, 3, 4, yes, 2, 3, 4, in,
2, 3, 4. A, 2, 3, 4. Slowly keep both the palms on your shoulders. രണ്ടു കൈകളും തോൾ ഭാഗത്ത് വെച്ച് observe the changes happening to the shoulder region as you breathe in and out. Let us start. In, 2, 3, 4. Yes, 2, 3, 4. 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 Slowly keep the hands down. One palm over the other palm. Let us go for the full yogic breathing. Visualize the changes happening to the abdomen, the chest as well as the shoulders as you breathe in and out. Let us start. In, 2, 3, 4. Yes, 2, 3, 4. 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 Slowly bring the breathing back to normal stage. സാധാരണ സ്ഥിതിയിലേക്ക് ശ്വസനം കൊണ്ടുവരിക. മനസ്സിനും ശരീരത്തിനും നാം ഇപ്പോൾ ചെയ്ത അഭ്യാസം വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. Feel the beautiful relaxation all over the body and mind following the different breathing practices. Now, let us practice the abdominal breathing with Akara, the chest breathing with Ukara, the shoulder breathing with Makara, and the full yogic breathing with combination of A, U, and Keep the right palm over the abdomen, the left palm over the chest. Let us start. In, 2, 3, 4. In, 2, 3, 4. In, 2, 3, 4. Now, both the palms over the chest. The chest breathing with Ukara. 1, 2, 3, 4. 1, 2, 3, 4. In, 2, 3, 4. Slowly keep both the palms over the shoulders. The shoulder breathing with Makara.
In, 2, 3, 4. In, 2, 3, 4. In, 2, 3, 4. Slowly keep the palms down, one palm over the other palm. The full yogic breathing with combination of A, U, sounds. Let us start. In, 2, 3, 4. In, 2, 3, 4. In, 2, 3, 4. In, 2, 3, 4. Slowly bring the breathing back to normal stage. സാധാരണഗതിയിലേക്ക് ശ്വസനം കൊണ്ടുവരിക. നാം ചെയ്ത അഭ്യാസം ശരീരത്തിനും മനസ്സിനും പ്രദാനം ചെയ്തിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. Feel the beautiful changes all over the body and mind, following the breathing with sound vibration. Now, let us go for the step ladder breathing, combination of step ladder inhalation and step ladder exhalation. Sit straight. If you are feeling any discomfort on your back region, keep a pillow or a folded blanket behind your back. നടുവിന് സ്ട്രെയിൻ അനുഭവപ്പെടുന്നവർക്ക് നട്ടെല്ലിൻ്റെ ആ ഭാഗത്തായിട്ട് കീഴ്ഭാഗത്തായിട്ട് ഒരു തലേണയോ ചുരുട്ടിയ പുതപ്പോ വച്ചു കൊടുക്കാവുന്നതാണ്. So that you can maintain the posture without any discomfort. Now, the full yogic breathing in step ladder pattern. In, hold, in, hold, in, hold, in, hold. X, hold, X, hold, X, hold, X, hold. In, hold, in, hold, in, hold, in, hold. X, hold, X, hold, X, hold, X, hold. In, hold, in, hold, in, hold, in, hold. X, hold, X, hold, X, hold, X, hold, X, hold. In, hold, in, hold, in, hold, in, hold. X, hold, X, hold, X, hold, X, hold, X, hold. In, hold, in, hold, in, hold, in, hold. X, hold, X, hold, X, hold, X, hold. Slowly bring the breathing back to normal stage. സാധാരണ സ്ഥിതിയിലേക്ക് ശ്വസനം കൊണ്ടുവന്ന് മനസ്സിനും ശരീരത്തിനും
നാം ചെയ്ത സ്റ്റെപ്പ് ലാഡർ ബ്രീത്തിങ് വരുത്തിയിരിക്കുന്ന മാറ്റങ്ങൾ വീക്ഷിക്കുക. ഒബ്സർവ് ദ ബ്യൂട്ടിഫുൾ ചേഞ്ചസ് all over the body and mind following the step ladder breathing. Now we will go for the extension of breathing. That is, from 4 counts of inhalation we will go up to 8 counts of inhalation, and in the same way exhalation also from 4 to 8. Then we will come in the descending pattern back to 4. 4-ൽ തുടങ്ങി 8 വരെ എന്ന സംഖ്യയിലേക്ക് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതിൻ്റെയും പുറത്തേക്ക് വിടുന്നതിൻ്റെയും ദൈർഘ്യം നമ്മൾ കൂട്ടിയെടുക്കുകയാണ്. Let us start now. Sit straight, full yogic breathing mode, eyes closed, one palm over the other palm. Get ready for the extension of breath. We will start from 4 counts. In, 2, 3, 4. Ex, 2, 3, 4. In, 2, 3, 4, 5. X, 2, 3, 4, 5. In, 2, 3, 4, 5, 6. X, 2, 3, 4, 5, 6. In, 2, 3, 4, 5, 6, 7. X, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6, 7, 8. X, 2, 3, 4, 5, 6, 7, 8. The descending order. In, 2, 3, 4, 5, 6, 7. X, 2, 3, 4, 5, 6, 7. In, 2, 3, 4, 5, 6. X, 2, 3, 4, 5, 6. In, 2, 3, 4, 5. X, 2, 3, 4, 5. In, 2, 3, 4. X, 2, 3, 4. Slowly bring the breathing back to normal stage. Visualize the beautiful relaxation flowing throughout the body and mind. മനസ്സിലും ശരീരത്തിലും ഒഴുകുന്ന സുഖകരമായ വിശ്രമത അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ച് നിലകൊള്ളുക. കീപ് എ ബ്യൂട്ടിഫുൾ സ്മൈൽ ഓൺ യുവർ ഫേസ്. മുഖത്ത് മനോഹരമായ പുഞ്ചിരി വിരിയട്ടെ. Now, let us practice the full yogic breathing with internal retention, and we will practice it in 1:1:2 ratio, as we did in the last session. Like, the inhalation will be 4 counts, the exhalation will be the holding of breath inside, or the internal retention will be 4 counts, but the exhalation, the breathing out, we will extend from 4 to 8, and then we will come back from 8 to 4. Let us start now.
Sit straight, eyes closed, one palm over the other palm. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4, 5. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4, 5, 6. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4, 5, 6. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4, 5, 6, 7. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4, 5, 6, 7, 8. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4, 5, 6, 7. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4, 5, 6. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4, 5. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4. Slowly bring the breathing back to normal stage. സാധാരണ ഗതിയിലേക്ക് ശ്വസനം കൊണ്ടുവരിക. നാം ചെയ്ത അഭ്യാസം ശരീരത്തിനും മനസ്സിനും വരുത്തിയിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിയുക. Visualize the beautiful changes all over the body and mind following the extension of exhalation and practice of internal retention. നാം ചെയ്ത അന്തരകുംഭകവും അതോടൊപ്പം തന്നെ പുറത്തേക്ക് വിടുന്ന ശ്വാസത്തെ നീട്ടിയെടുക്കുന്ന പ്രക്രിയയും വരുത്തിയ മാറ്റങ്ങൾ, മനസ്സിനും ശരീരത്തിനും വരുത്തിയിരിക്കുന്ന സുഖകരങ്ങളായ മാറ്റങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിലകൊള്ളുക. Keep a beautiful smile on your face. Go on observing your breath. ശ്വസനഗതിയുടെ താളാത്മകതയിലേക്ക് മനസ്സ് ഇഴുകിച്ചേരട്ടെ. ഇനി now we will go for a new practice. You can open your eyes for a while. ഒന്ന് കണ്ണുകൾ തുറക്കുക. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ അന്തരകുംഭകം അഥവാ ഇൻറ്റേർണൽ റിട്ടൻഷൻ എന്ന് പറയുന്ന ഒരു ഘടകം നമ്മൾ ചെയ്തു. അതായത് ശ്വാസം ഉള്ളിലേക്കെടുത്ത് പിന്നീട് ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുന്ന പ്രക്രിയ നമ്മൾ ചെയ്തു. ഇനി ഇതേ രീതിയിൽ നമ്മൾ ബാഹ്യകുംഭകം എന്ന ഒരു ഭാഗം കൂടി പ്രാക്ടീസ് ചെയ്യുകയാണ്. അതായത് ശ്വാസം പുറത്തേക്ക് വിട്ട് കഴിഞ്ഞ് അതിനുശേഷവും നമ്മൾ ശ്വാസം ഉള്ളിൽ പിടിച്ച് നിർത്തുന്ന അവസ്ഥ, അഥവാ ശ്വാസം പുറത്തേക്ക് വിട്ട ആ അവസ്ഥയിൽ തന്നെ ശ്വാസം എടുക്കാതെ 4 കൗണ്ട് നിലനിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പോവുകയാണ്. സോ നൗ വി ആർ ഗോയിങ് ടു പ്രാക്ടീസ്
the external retention of breath. That is, still now we practiced inhalation followed by internal retention and then exhalation. But now we are going to add one more step. After exhalation, we will not take the breath immediately inside. We will keep the breath outside and we will maintain the position that way for 4 counts. That is, the breathing will now be 4 inhalations, 4 internal retention, then 4 exhalation followed by 4 external retention. അതായത് 4 ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന അളവ്, 4 ശ്വാസം ഉള്ളിൽ പിടിക്കുന്നു, 4 ശ്വാസം പുറത്തേക്ക് വിടുന്നു, 4 അളവ് 4 കൗണ്ട് ശ്വാസം പുറത്തേക്ക് വിടുന്നു, പിന്നീട് 4 അളവ് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിട്ട അവസ്ഥയിൽ നിലകൊള്ളുന്നു. Let us start now. Sit straight, eyes closed, head and spine straight. Now let us start. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4. Hold, 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4. Hold, 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4. Hold, 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4. Hold, 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4. Hold, 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4. Hold, 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4. Hold, 2, 3, 4. In, 2, 3, 4. Hold, 2, 3, 4. Yes, 2, 3, 4. Hold, 2, 3, 4. Slowly bring the breathing back to normal stage. Feel the beautiful relaxation following the practice of internal and external retention. നാം ചെയ്ത അന്തരകുംഭകവും ബാഹ്യകുംഭകവും ശരീരത്തിനും മനസ്സിനും വരുത്തിയിരിക്കുന്ന അഗാധമായ വിശ്രമാവസ്ഥ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് കണ്ണുകൾ അടച്ച് ഒരു നിമിഷം നിലകൊള്ളുക. Keep a beautiful smile on your face. ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയമിടിപ്പ് മനസ്സിൽ വീക്ഷിക്കുക. ഒബ്സർവ് ദ ഹാർട്ട് റേറ്റ് ഇൻ യുവർ മൈൻഡ്.
ഡോണ്ട് ട്രൈ ടു സിങ്ക്രണൈസ് വിത്ത് ബ്രീത്തിങ്. ശ്വസനവുമായി ബന്ധിക്കേണ്ട കാര്യമില്ല. മനസ്സിൽ ഹൃദയമിടിപ്പ് വീക്ഷിക്കാനായി ശ്രമിക്കുക. ഒരു നിമിഷം നിങ്ങളുടെ ശ്വസനഗതി തന്നെ സ്വയം വീക്ഷിക്കുക. ഒബ്സർവ് യുവർ ബ്രീത്തിങ് പാറ്റേൺ. ഷിഫ്റ്റ് യുവർ ഫോക്കസ് ടു യുവർ ബ്രീത്തിങ്. ശ്വസനഗതി വളരെ വളരെ ശാന്തമാകുന്നത് അനുഭവിച്ചറിയുക. ഫീൽ the breathing rate calming down up to observe the breathing. ശ്വസനം മനസ്സിൽ വീക്ഷിക്കുന്നതിനനുസരിച്ച് കൂടുതൽ കൂടുതൽ ശാന്തതയിലേക്ക്, അഗാധതയിലേക്ക് ഒഴുകിയെത്തുന്നത് അനുഭവിച്ചറിയുക. The beautiful flow of relaxation. മനസ്സിൽ ഉദരഭാഗം വീക്ഷിക്കുക. ട്രൈ ടു ഒബ്സർവ് യുവർ അബ്ഡോമിനൽ റീജിയൻ. Now the chest is completely relaxed. The heart rate and breathing rate is calmed down, but you can feel a light pressure inside your abdomen. Try to observe that pressure inside your abdomen. ഉദരഭാഗം മനസ്സിൽ കേന്ദ്രീകരിക്കുക. ഇപ്പോൾ നെഞ്ചിൻ്റെ ആന്തരിക അവയവങ്ങളും ശാന്തമായിരിക്കുന്നു. പക്ഷേ ഉദരത്തിൽ നിങ്ങൾക്ക് ചെറിയൊരു ഭാരം അനുഭവപ്പെടുന്നു. ആ ഭാരം മനസ്സിൽ വീക്ഷിക്കുക. As you observe the abdomen, you can feel the internal parts of your abdomen getting relaxed, the muscles getting relaxed. ഉദരഭാഗവും മെല്ലെ 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 ശാന്തമാകുന്നു. ഇപ്പോൾ ഇരിക്കുന്ന സ്ഥിതിയിൽ നിങ്ങളെ സ്വയം വീക്ഷിക്കുക. മനസ്സിൽ നിങ്ങളുടെ ശരീരം ഏത് സ്ഥിതിയിലാണോ ഇപ്പോൾ നിലകൊള്ളുന്നത് അങ്ങനെ തന്നെ അതിനെ നോക്കിക്കാണുക. ട്രൈ ടു ഒബ്സർവ് യുവർ ഹോൾ ബോഡി ഇൻ ദ പ്രസൻറ്റ് പൊസിഷൻ. ഡു നോട്ട് ഓപ്പൺ യുവർ ഐസ്. ട്രൈ ടു വിഷ്വലൈസ് ദ ബോഡി ആസ് ഇറ്റ് ഈസ് നൗ ഇൻസൈഡ് യുവർ മൈൻഡ്. The body is getting light. ശരീരം ഭാരമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നു. മനസ്സും വളരെ വളരെ ശാന്തമാകുന്നു. The mind is also calming down, getting relaxed. The body is still, the mind is still. ശരീരവും മനസ്സും നിശ്ചലമായിരിക്കുന്നു. Enjoy the silence. ഈ ഒരു നിശബ്ദത ആസ്വദിക്കുക. Now, repeat the commands in your mind. മനസ്സിൽ ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ ആവർത്തിക്കുക. I am completely healthy. I am filled with confidence.
I am completely healthy. I am filled with confidence. I am completely healthy. I am filled with confidence. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. എന്നിൽ ആത്മവിശ്വാസം നിറയുന്നു. ഡു നോട്ട് ഓപ്പൺ യുവർ ലിപ്സ്. ചുണ്ടുകൾ അനക്കാതെ മനസ്സിൽ തന്നെ ഈ വാക്യങ്ങൾ ആവർത്തിച്ച് ഉരുവിടുക. Now, absorb this beautiful relaxation into the deepest core of your mind and heart. ഈ ഒരു ആത്മവിശ്വാസത്തെയും ആരോഗ്യത്തെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും അഗാധ തലങ്ങളിലേക്ക് സ്വായത്തമാക്കുക, സ്വാംശീകരിക്കുക. Let this relaxation fill the whole body and mind. മനസ്സിലും ശരീരത്തിലും ഈ ഒരു വിശ്രമത നിറഞ്ഞു നിൽക്കട്ടെ. Slowly, very slowly, open your eyes. Keep a beautiful smile on your face. കണ്ണുകൾ തുറക്കുക. ഒരു ചെറിയൊരു പുഞ്ചിരി മുഖത്ത് നിലനിർത്തുക. കൈകൾ കൂട്ടിത്തിരുമി പത്തുകൾക്ക് ഇളം ചൂട് പകരുക. Let us do the palming now 3 times. Apply this beautiful warmth all around your eyes 3 times so that the eye muscles get relaxed. So that's all for today. 3 വട്ടം ചെയ്യുക. So, as always, let me know how many of you understood the technique that I covered in the last part, that is the external retention of breath. So, in the last class, we learned how to practice the internal retention. Now, we are trying to do the external retention. So, just give me yes or no. There is no need of big descriptions. Let me know how many of you could do it so that I can plan up the next session accordingly. Please do respond. I will wait for half a minute. Then we will wind up. Okay, Benny John, excellent bro. Yes, thank you. And Maya, thank you so much. She has told thank you so much. Okay, welcome. അപ്പോൾ ഒന്ന് മറുപടി ആരെങ്കിലും ചെയ്താൽ നമുക്ക് ക്ലാസ് ഇന്നത്തേക്കുള്ളത് പിരിയാം. എത്ര പേർക്ക് ഇന്നത്തെ ടെക്നിക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ? ഓക്കെ, രഞ്ജിത്ത് ഗോപാലകൃഷ്ണൻ നായർ has said he has done it. Yes, okay. So that means you people are absorbing it and you are getting it right. So anyway, it is a happy news. And anyone else? Yes or no from anyone else? Just another 10 seconds now. നന്നായി AR സന്തോഷ്. ഓക്കെ, സന്തോഷനും അത് നന്നായി ചെയ്യാൻ സാധിച്ചു എന്നാണ് പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഗായത്രി ബി, ഗുഡ്. യെസ് സർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു 3-4 പേർ. രഞ്ജിത്ത്, ദർ ഇസ് എ ഡിലേ ഇൻ റീച്ചിങ് യു. ഐ സെൻഡ് എ ഓക്കെ, ഇറ്റ് ഹാപ്പൻസ്. ഓഫ് കോഴ്സ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാക്ടിക്കലായ കുറേ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടും. എന്തായാലും കുഴപ്പമില്ല, ചെയ്യാൻ സാധിച്ചു എന്നറിഞ്ഞതിൽ സന്തോഷം. ആൻഡ് very happy to see that some of you could do it in the right manner. And if you are having any doubts or any things to clear, please do call me in my number which is mentioned in my Facebook messages. Okay. And Jishma, yes, thank you sir. Okay, ജീഷ്മയ്ക്കും ചെയ്യാൻ കഴിഞ്ഞു എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഒരിക്കൽ കൂടി ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ, എൻ്റെ യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലുമെല്ലാം ഉള്ള ഈ വീഡിയോസ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക. പരമാവധി ജനങ്ങൾ മെഡിറ്റേഷൻ എന്ത്, ഈ വലിയ സംഭവമില്ലാതെ തന്നെ ഇതെല്ലാം പഠിച്ചെടുക്കാൻ കഴിയും, നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താൻ കഴിയും എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെടുത്തുക. പ്ലീസ് ടു ഷെയർ ദ വീഡിയോസ് ഇൻ മൈ യൂട്യൂബ് ആൻഡ് FB ടു മാക്സിമം ഓഫ് യുവർ ഫ്രണ്ട്സ് ആൻഡ് family members so that more people come to know that meditation is not something that is very serious and very difficult to practice. It is easy to practice if you practice it in the proper manner, if you are trained it in the proper manner. അപ്പോൾ ബെന്നി ജോൺ, യെസ്, ഓക്കെ, അദ്ദേഹത്തിനും ചെയ്യാൻ കഴിഞ്ഞു. Anyway, thank you and see you on Monday now. Thank you all.